ഇന്നലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഇറാന്റെ കൺഫർമേഷൻ, അതായത് ഹോർമുസ് ഫുള്ളായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നു എന്നുള്ള കൺഫർമേഷന്റെ പുറത്ത് ഇന്ത്യൻ മാർക്കറ്റും വേൾഡ് മാർക്കറ്റും ട്രെൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. US മാർക്കറ്റിംഗ് ഇന്നലെ തകർപ്പൻ ട്രെൻഡിലായിരുന്നു. ഡൗ ജോൺസ് 900 പോയിന്റിന് അടുത്താണ് ക്ലോസ് ചെയ്തത്. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ട്രെൻഡ് വരുത്തി. അതുപോലെ തന്നെ ക്രൂഡ് സംതിങ് അറൌണ്ട് 12% ആണ് താഴെ പോയിരിക്കുന്നത്. $90 താഴെ ക്രൂഡ് വീണ്ടും പോയിരിക്കുന്നത് സംതിങ് അറൌണ്ട് $83-84 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ മാർക്കറ്റ് വലിയ സപ്പോർട്ടീവ് ഫാക്ടേഴ്സ് ആണെങ്കിൽ പോലും എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി വല്ലാതെ സ്ട്രെച്ചഡ് ആയി. ശരിക്കും കഴിഞ്ഞ ഒരാഴ്ചത്തെ ഓട്ടം അല്ലെ 2 ആഴ്ചത്തെ ഓട്ടം എന്ന് വെച്ചാൽ വല്ലാതെ സ്ട്രെച്ചഡ് ആയി. നിഫ്റ്റി ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട അത്യാവശ്യമാണ്. എങ്കിലേ അടുത്ത ആ റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്തിട്ട് മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പെട്ടെന്നൊരു പ്രോഫിറ്റ് കെയറിൽ വരാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. ഐ മേ ബി 100% റോങ് ഓൾസോ. എൻ്റെ തോട്ട് പ്രോസസ് തെറ്റാനും സാധ്യത കൂടുതലാണ്. സോ ദാറ്റ് മേ ഹാപ്പൻ. ഒരു പക്ഷേ ആ ഒരു പ്രോഫിറ്റ് കെയറിലൊക്കെ പെട്ടെന്ന് പോകാനുള്ള സാധ്യതകൾ ഇത്രയും സ്ട്രെച്ചഡ് ആയതുകൊണ്ടാണ് എനിക്ക് ആ ഫീൽ വരാൻ കാര്യം. സോ അതൊരു പാർട്ട്. രണ്ടാമത്തെ പാർട്ട്, ഇന്നലെ രാത്രിയിൽ ബ്രേക്ക് ഔട്ടിനെ കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്രിട്ടിക്കൽ 2 ഇൻഡിക്കേറ്റേഴ്സ്, ബ്രേക്ക് ഔട്ടിനെ അസസ് ചെയ്യുന്ന വാലിഡേറ്റ് ചെയ്യുന്ന വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള 2 ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണ ഇൻഡിക്കേറ്റേഴ്സ് അല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. താങ്കൾ ആ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കണം. താങ്കൾ ബ്രേക്ക് ഔട്ട് ട്രേഡ് ആണെങ്കിൽ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സിന്റെ വാലിഡേഷൻ താങ്കളെ തീർച്ചയായും സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, റിസൾട്ട് സീസണാണ്. ധാരാളം സ്റ്റോക്കുകൾ നല്ല റിസൾട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും റിസൾട്ട് സീസൺ തീർച്ചയായും ഫോളോ അപ്പ് ചെയ്യുക, മനസ്സിലാക്കുക.